ഹായ് ഫ്രണ്ട്സ്, ജോബിയാണേ. ഇത് ഒരു 6 മാസം പുറകോട്ട്, കഴിഞ്ഞ ഒരു വർഷത്തെ ഒരു 6 മാസം പുറകോട്ടൻ്റെ ഒരു പോക്കാണ് ഇപ്പോൾ കാണാൻ പോകുന്നത്. ഞാൻ ആദ്യമായിട്ട് കൃഷി ചെയ്ത് കേരള ഗവൺമെൻറ് എനിക്ക് ഒരു 500 ചെണ്ടുമല്ലിയുടെ തൈകൾ തന്നു. അപ്പോൾ അതെൻ്റെ ഒരു ആഗ്രഹമായിരുന്നു. കാരണം അത് ലാഭമല്ല, പക്ഷേ അതിനെ എനിക്ക് എങ്ങനെ ഭംഗിയാക്കാം എന്നൊരാഗ്രഹം എനിക്ക് നല്ലപോലെ ഉണ്ടായിരുന്നു. കൃഷി ഓഫീസർമാർ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്തു. എനിക്കവർ തൈ തന്നു. കാരണം അവരെന്നെ ഒരു കാര്യം വിശ്വാസത്തോടെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ അത് ഭംഗിയാക്കുമെന്ന് അവർക്കൊരു കോൺഫിഡൻ്റ് ഉണ്ട്. നമ്മൾ ഇറങ്ങിത്തിരിക്കുന്നിടം വിജയിപ്പിക്കാതെ ഞാൻ പുറകോട്ട് മാറാറില്ല. ഇറങ്ങിത്തിരിച്ചെങ്കിൽ ഞാനത് സക്സസ് ആക്കിയിരിക്കും. അത് ചെറുപ്പം മുതലേ ഉള്ള എൻ്റെ ഒരു സ്വഭാവമാണ്. അപ്പോൾ അത് ഡെഡിക്കേറ്റഡാണ്. അപ്പോൾ അതിനകത്ത് ഞാൻ പൂർണ്ണമായിട്ട് സമയം ചിലവഴിക്കും. ഞാനതിനെ ഡെഡിക്കേറ്റഡാണ്. ഇതിപ്പം ഞാൻ ചെണ്ടുമല്ലി കൃഷി ചെയ്തു, അതിനിടയ്ക്ക് പയർ, അതിനിടയ്ക്ക് വെള്ളരി, അതിൻ്റെ സൈഡിൽ തന്നെ നെയ്ക്കുമ്പളം എന്ന് പറഞ്ഞാൽ നല്ല മാർക്കറ്റുള്ളൊരു സാധനമാണ്. അതായത് നമുക്കൊരു 3 മാസം 4 മാസം വരെ കേടുകൂടാതിരിക്കും. അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ മത്സ്യകൃഷി. ഇപ്പോൾ ഈ കാണുന്ന ഇതിനകത്ത് കരിമീൻ അതിൻ്റെ കുഞ്ഞുങ്ങളെയും വിരിയിച്ചുകൊണ്ട് അപ്പനും അമ്മയും കൂടെ ഇങ്ങനെ മുന്നേ പോവുക. പുറകെ ഒരു 10,000 കുഞ്ഞുങ്ങൾ ഇങ്ങനെ നടക്കും. ഇത്രയും കെയർ ചെയ്യുന്ന, കുഞ്ഞുങ്ങളെ സ്നേഹിക്കുന്ന ഒരു മത്സ്യം വേറെ ഇല്ല. അത് നിൽക്കട്ടെ. ഇപ്പം ഞാൻ വള്ളത്തേൽ വരുന്നത് എന്താണെന്നറിയോ? ഈ നെയ്ക്കുമ്പളത്തിൻ്റെ വിളവെടുപ്പിന് വേണ്ടി ഞാൻ വരിക. ഫസ്റ്റ് വിളവെടുപ്പാണ്. അപ്പം മണ്ണൊന്ന് പാകപ്പെട്ട് വരുത്തുള്ളൂ. ആദ്യത്തെ കൃഷിയാണ്. പക്ഷേ ഈ നെയ്ക്കുമ്പളത്തിന് ഞാൻ അതിൽ പഠിച്ചൊരു കാര്യം, ഇത് ഹൈറ്റിലേക്ക് പോകുമ്പോഴത്തേക്കാണ് കൂടുതലായിട്ട് വിളവ് കിട്ടുന്നത്. ഇത് പാരലായിട്ട് സൈഡിലോട്ട് ഇത് സഞ്ചരിച്ച് കഴിഞ്ഞാൽ കുറേ ദൂരത്തും കഴിയുമ്പോഴത്തേക്ക് ഇതിൻ്റെ വള്ളികൾ ഓട്ടം നിൽക്കും. കാഫലം കുറവാണ്. പക്ഷേ നമ്മുടെ ആ സാഹചര്യം, കുട്ടനാടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് കിഴക്കുള്ളവരെ കണ്ടെങ്കിൽ ഞാൻ കൃഷി സാഹസികമായിട്ട് എന്തിനേയും പ്രതിരോധിച്ച് ഏത് സമയവും ഞങ്ങൾ പെടാം. പക്ഷേ അതിനെ അതിജീവിച്ച് വേണം ഞങ്ങൾ മുന്നോട്ട് പോകാൻ. ചെറുപ്പം മുതലേ ഞങ്ങളിങ്ങനെ ഈ കുട്ടനാടൻ താറാവ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതേ മൈൻഡിലും അതേ ലെവലിലുമാണ് ചെറുപ്പം മുതലേ ഞങ്ങളത് ശീലിച്ചിരിക്കുന്നതുകൊണ്ട് ഞങ്ങൾക്കറിയാം വന്നാൽ ഇത്രയ്ക്കേ ഉള്ളൂ. അതിനെ എങ്ങനെ തരണം ചെയ്യുന്നത് ഞങ്ങൾക്ക് കുട്ടനാട്ടുകാർക്ക് നല്ലതുപോലെ അറിയാം. പക്ഷേ ആ സാധ്യതകളെയൊക്കെ നമ്മൾ വില കൽപ്പിച്ചുകൊണ്ട് നമ്മുടേതായ കുറേ ഇന്നോവേഷനുകളും കാര്യങ്ങളും നടത്തിയാണ് ഇങ്ങനെ ചെയ്തത്. അപ്പോൾ എനിക്ക് ഈ ചേർത്തലക്കാരും പല നാട്ടുകളിൽ ഇപ്പോൾ പുഷ്പകൃഷി ചെയ്യുമ്പോഴത്തേക്ക് എനിക്ക് വലിയൊരു ആഗ്രഹമായിരുന്നു. എന്തുകൊണ്ട് എനിക്കിത് ചെയ്യാൻ പറ്റുന്നില്ല? കാരണം നമ്മളിത് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ഒന്നുമില്ല, ഇതിന് ചവിട്ടി വെള്ളം കയറും. അപ്പോഴത്തേക്കാണ് ഈ ഗ്രോ ബാഗ് എന്ന് പറയുന്ന സിസ്റ്റം വന്നു. അപ്പോൾ മണ്ണിൻ്റെ ആവശ്യം പോലും ഇല്ലാതെ ഇപ്പോൾ ടെക്നോളജി മാറി ഇങ്ങനെ കൃഷി നടക്കുന്ന ഒരു സാഹചര്യത്തിൽ ഗ്രോ ബാഗിലൂടെ എനിക്കിത് വിളവെടുക്കാമെന്നുള്ള സാധ്യത ഞാൻ കണ്ടെത്തി. ഭംഗിയായിട്ട് ഞാൻ ശകലം മെനക്കേടായിരുന്നു. പക്ഷേ നെൽകൃഷി കഴിച്ചൊരു 5-6 മാസം നമ്മൾ ഫ്രീയാണ്. ഈ സമയത്ത് എൻ്റെ കുഞ്ഞുങ്ങളുടെ സന്തോഷം കൊണ്ടോ ഭാര്യയും മക്കളോട്ട് ഞങ്ങൾ ബാംഗ്ലൂർ പോയി വലിയ തോട്ടങ്ങളും കാണുന്നതിലും ഉപരിയായിട്ട് ആ ഒരു രീതിയിലേക്ക് എൻ്റെ സൈഡിൽ നിന്ന് എത്തിക്കാൻ പറ്റിയത് എൻ്റെ ഒരു